Pretty girls walk like this, this. ഓക്കെ, ഞാനൊരു ചാറ്റ് കാണിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ നടന്നല്ലോ സോഷ്യൽ മീഡിയയിൽ. ഈ പറയുന്ന സജ്ന നൂറിൻ്റെയും ദിയാസനയുടെയും പിന്നെ പൂക്കുട്ടിയുടെയും ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ദിയാസനയ്ക്ക് വന്നൊരു മെസ്സേജ് ഞാൻ വായിച്ചു തരാം. അതിപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി. ഇന്നലെ ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ ഉണ്ടാന്ന് കരുതി വിട്ട്, കാരണം വേറെ കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നേരത്തെ ചെയ്തതിൻ്റെയൊക്കെ ബാക്കി അത് അങ്ങനെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ഇത് നമ്മുടെ കൂട്ടിലെ കോഴിയാണ്. ഇതിപ്പോൾ എവിടെയെങ്കിലും വന്ന് സംസാരിക്കാം നമുക്ക്, കാരണം വന്നുകൊണ്ടേ ഇരിക്കുകയല്ലേ, ഒരു സ്റ്റോപ്പില്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ച് കുറച്ച് കാര്യങ്ങൾ അൻസിബ വിഷയങ്ങളൊക്കെ ഇന്നലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്കിത് സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒന്നും മറക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും ലൈക്ക് കൊടുക്കുമ്പോൾ ഒരു ഹൈപ്പും കൂടെ കൊടുത്തു. സജന നൂറ് ഈ പറയുന്ന ദിയാസനയ്ക്ക് അയച്ച മെസ്സേജാണ്. ഡാ, ചട്ടിയും കല ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. വീട്ടിലുള്ള വിട്ടുകള ദിയ. സോറി, എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ലടാ. ദേഷ്യത്തിലിരുന്നപ്പോൾ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞതാടാന്നുള്ള രീതിയിലാണ് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഈ മെസ്സേജ് എങ്ങനെ വന്ന്, എന്തിനയച്ച്? ഒരു സ്റ്റാൻഡൊക്കെ വേണം കേട്ടോ, ഒരു സ്റ്റാൻഡൊക്കെ വേണം, നല്ലതാ. അപ്പം MDMA കാര്യം സത്യമല്ലേ? MDMA പിന്നെ മറ്റേ ലവൻ്റെ പോസ്കോ ഏതാണ്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഏതാണ്ടൊക്കെ തട്ടിക്കുട്ടിയൊക്കെ വിടുകയൊക്കെ ചെയ്തായിരുന്നല്ലോ. അതിനുവേണ്ടി ആർക്കും പോകുന്നതും വേണ്ടേ? എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആരും സ്കിപ്പ് ചെയ്യരുത്, വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. എനിക്ക് വന്നൊരു കമൻറ്റ്, ഡാനി സത്യൻ ദിയാസനയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടുണ്ടോ? ഈ ദിയാസന വലിയ കോടീശ്വരിയാണോ ഞാൻ കാശ് മേടിക്കാൻ? കഴിഞ്ഞ ആഴ്ച രേണുസൂതിയുടെ കാശ് മേടിച്ചെന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കാശ് മേടിക്കാൻ വേണ്ടി ഇരിക്കുന്നതെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒരു ചേച്ചി വന്നിട്ട് പറയാം, ഡാനി, പേരൊന്നും ഞാൻ ഇവിടെ അടുത്ത് പറയുന്നില്ല, ഡാനി ഈ അവിയത്തെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ഈ മറ്റേ കൊച്ചിൻ്റെ കാര്യം, ഈ MDMA കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഓക്കെ, ഞാനത് പറഞ്ഞല്ലോ എൻ്റെ വീഡിയോ കൂടെ തന്നെ. എൻ്റെ ഒരു 13 വീഡിയോ ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഫിറോസ് ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, മുറിച്ച് കളയണമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ ദിയാസന ഈ പറയുന്ന കാര്യങ്ങൾ വലിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ അവരും ഇത് ചെയ്യണം. കുറേ ആൾക്കാർ ദിയയുടെ വീട്ടിലൊക്കെ പോകുന്നു, 10 വർഷം മുമ്പ് കണ്ട ടീംസിൻ്റെ ഒക്കെ എടുത്ത് പോവുകയൊക്കെ ചെയ്യുന്നു. എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിപ്പോഴും കോടതി കേസ് കിടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഞാനിവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഫിറോസ് ചതിക്കപ്പെട്ടു എന്നുള്ള രീതി മാത്രമാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വേറെയല്ല, പൂക്കുട്ടി രക്ഷപ്പെട്ടു പോകും അവർ ഒറ്റ കാര്യത്തിലാണ്. എല്ലാം കൂടെ ഒരു ചെറുപ്പക്കാരൻ്റെ തല്ലിട്ടിട്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി സംസാരിക്കണ്ടേ? പല ആൾക്കാരും വന്ന്, ഞാൻ അറിഞ്ഞത് പൈസ മേടിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അറിഞ്ഞത്, പൈസ മേടിച്ചു, നല്ല രീതിയിൽ പൈസ മേടിച്ചു. ചില ആൾക്കാർ മിണ്ടാതിരിക്കുന്നില്ല, ചില ആൾക്കാർ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ലെന്നൊക്കെ പറഞ്ഞ് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ട് പോകുന്ന കുറേ ആൾക്കാരെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാർ പൈസ മേടിച്ചതിൻ്റെ പണി നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ചില ടീംസുകളൊക്കെ ഉണ്ട്, അവർ എത്ര നെഗറ്റീവായാലും അവർക്കൊരു വിഷയമല്ല, അടുത്തൊരു വിഷയം വരുമ്പോൾ അവർ പോസിറ്റീവ് ആവുമെന്നറിയാം. അതുകൊണ്ട് അവരെ താങ്ങി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ചേച്ചി ഇട്ട കമൻറ്റ്, ഡാനി, എനിക്ക് പേര് സഹിതം ഇവിടെ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാൻ വയ്യാത്തൊന്നുമല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ വന്ന് ഇട്ടുമ്പോൾ ആലോചിക്കണം, ഒരാണിൻ്റെ ജീവിതമാണ്. ഈ വോയിസോ കാര്യങ്ങളോ വന്നില്ലെങ്കിൽ ആ ഫിറോസിനെ നിങ്ങൾ ഉൾപ്പെടെ കടന്ന് പച്ചയ്ക്ക് തെറി പറയത്തില്ലേ? പച്ചയ്ക്ക് തെറി പറയുമോ ഇല്ലയോ? ഇതാണ്ട് ഈ പറയുന്ന സജന നൂറ് അയച്ച മെസ്സേജ് കണ്ടില്ലേ? ചട്ടിയും കലാകുമ്പോൾ തട്ടിയും മുട്ടി എന്നൊക്കെ ഇരിക്കും, നിങ്ങളൊന്നും ഇല്ലാതെ പറ്റില്ലടാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ആർക്കാ സ്റ്റാൻഡ് ഇല്ലാത്തത് പറ, അല്ലെങ്കിൽ അവർ വന്ന് തെളിയിക്കട്ടെ. നിങ്ങളിതൊക്കെ ചിന്തിക്കണം. നിങ്ങളെപ്പോലുള്ള കുറേ മണ്ടരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിനെയൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്നത്. ഓക്കെ, നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. എന്തിനാടി ഡാനി ഇങ്ങനെ ക്യാഷ് മേടിച്ചെന്നൊക്കെ പറയുന്നത്? കഷ്ടം. ആരും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേച്ചിയുടെ ഗ്ലൂട്ടോ ഈ ഒരു വീഡിയോ ഇത് കണ്ടില്ലേ? ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വെളുക്കാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയൊക്കെയാണ്. നല്ല പരിപാടിയാണ് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് സ്കൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല, എൻ്റെ സൗന്ദര്യം ഫിൽട്ടർ. ഓക്കെ, എനിക്ക് സജനോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവരിങ്ങനെ പറഞ്ഞു നടക്കുന്നതിൻ്റെ ഒരു നാണക്കേട് വേറെ. ഭാഗ്യത്തിന് ഞാൻ അങ്ങൊരു കാര്യത്തിന് ഇടയുണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ്സിനെ വിളിക്കേണ്ട 50, 60, 70 ഒക്കെ എന്ന് പറയും.
നിങ്ങൾ വിചാരിക്കും അതില്ല, അത് ഞങ്ങളുടെ സീക്രട്ടാ, അത് ഞങ്ങൾ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ കുറച്ച് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പഴയ ഫിറോസ് ഖാനെ കുറിച്ച്, അതായത് ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഒരു ചേച്ചിക്ക് ആ ഒരു മനുഷ്യനോടുള്ള സ്നേഹത്തിനെ കുറിച്ചുള്ളതൊക്കെ ഞാനൊന്ന് വെച്ച് തരാം. ഇനിയും ഒരുപാട് പൊട്ടാൻ കിടക്കുന്നുണ്ട്. പക്ഷേ പൂക്കുട്ടിയുടെ വൈഫിനെ ഓർക്കുമ്പോൾ നമുക്ക് എടുത്തിടാനും തോന്നത്തില്ല. കാരണം അവർ കിടന്ന് നരയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവക്കൊരു മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയായിരുന്നേ. അയാൾക്ക് പോട്ട്, അയാൾക്ക് ഭ്രാന്ത്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുകയൊക്കെ ചെയ്തത് ഇവളൊരുത്തിയാണ്. ഇവക്ക് ഇവിടെ നേട്ടത്തിന് വേണ്ടി ഇവൾ ഏതറ്റം വരെ പോകും. ആ ഒരു സ്ത്രീയാണെന്ന് അവൾ തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരെ കൊണ്ടുപോവാ, എന്റെ ഉമ്മാനെ എനിക്ക് 2 കൈകളിൽ ഇങ്ങനെ കറക്കണം, അവര് ലോകം മൊത്തം കാണിക്കണം. ഇതൊക്കെയാണ് എന്റെ ഡ്രീം. ഇപ്പം അവരിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുവാ ഈ ഒരു മോള് കാരണം. കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്യുക, എന്റെ ഉമ്മ ചെയ്ത കണക്ക്. വീട്ടില് കുഞ്ഞുങ്ങളുടെ ഫോക്കസ് ഞങ്ങൾ കാണുന്നുണ്ട്. എല്ലാം പൂക്കുട്ടി. ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒട്ടും ഇക്കാന്റെ വീട്ടുകാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ വീട്ടുകാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇക്കാൻ്റെ വീടെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കാണും വീട്ടുകാർ. എൻ്റെ പൊന്നുമോനെ നീ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിലല്ല. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ ഭർത്താവ് ഈ പറഞ്ഞവർ ഒരുപാട് ദ്രോഹിക്കുമായിരുന്നു, കുഞ്ഞിനെ കാട്ടിക്കൊണ്ടിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റോറി തന്നെ ഒരു ബിഗ് ബോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ആ ഒരു കാര്യങ്ങൾ എൻ്റെ വീഡിയോ പറഞ്ഞെങ്കിലും ഞാനത് വിട്ടുപോയപ്പോൾ എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി ഞാനോട് കോൺടാക്ട് ചെയ്തിട്ട് കുറേ നാളായി. ആ ചേച്ചി ഇങ്ങനെ ആ വീഡിയോയ്ക്കകത്തത് പറഞ്ഞപ്പോഴും ഞാനത് ഇവിടെ എഴുതിയിട്ട സാധനമായിരുന്നു, ഈ ബുക്കിനകത്തെല്ലാം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ പോയിന്റ് അങ്ങ് വിട്ടുപോയായിരുന്നു. അതായത് ബിഗ് ബോസിനകത്താണെങ്കിൽ പോലും ഇവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നരകിച്ചു എന്നാണ് പറയുന്നത്. MDMA പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വലിക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. ചേച്ചി അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം പറയാം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ മറ്റൊരാളുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളില്ല. ആദ്യം സ്വയം നന്നാവുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എനിക്ക് ചിരിയാണ് വരുന്നത്. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടും ആദ്യ ഭർത്താവിൻ്റെ കാര്യങ്ങൾ, ഇപ്പം ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ അന്വേഷിച്ച ഒരു സംഭവത്തിലാണ് ആദ്യ ഭർത്താവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കള്ളമാണ് പറഞ്ഞത്. കള്ളം പറഞ്ഞിട്ടാണ് ഈ പറയുന്നത് ഫിറോസിൻ്റെ അടുത്തോട്ട് പോവുകയും ചെയ്തത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോലന. ഈ കാണുന്ന ഫിറോസ് ഒന്നും അല്ല, ഈ പുറമെ ഇങ്ങനെ ഈ ദേഷ്യപ്പെട്ട് കാണിക്കുന്ന അങ്ങനത്തെ സ്വഭാവം ഒന്നും അല്ല. ഇയാളൊരു ലോലന. പിന്നെ ഒരു കാര്യം പറയാം, ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ആണിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടമല്ല. അയാൾ എന്തിനാ നീ അവനോട് പോയി സംസാരിച്ച് ഇങ്ങനെ പോയി സംസാരിച്ച്, ഒരാണും അങ്ങനെ ആവത്തില്ല സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ അവൻ്റെ ഗതികേട് കൊണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഫ്രീഡം കൊടുക്കുന്ന ഒരു മനുഷ്യർ ഫ്രീഡം കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഒരു ഫ്രീഡത്തിൽ മിസ്യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യും. ഗതി കെട്ടിട്ടായിരിക്കും പിന്നെ പറയുന്നത്, വേണ്ട ആരോടും അങ്ങനെ കോൺടാക്റ്റ് വേണ്ട, അത് വേണ്ട, അത് ശരിയാകത്തില്ല. എല്ലാ കുഴിയിലും പോയി ചാടി അവസാനം കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടേ വരത്തുള്ളൂ. നന്നാക്കാൻ നോക്കിയാൽ നന്നാവില്ല. അങ്ങനെ കുറേ ഇനമുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആണുങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. പണ്ടൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് അവിടെ ഒരു വിഷമങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരൊക്കെ ഉണ്ടോ എന്ന് വിചാരിച്ച്. പക്ഷേ ഒരു ദിവസം അവൻ എന്നെ വിളിച്ചു, ഞാൻ പറയുന്നത് കേൾക്കാവൂടാ എന്ന് ചോദിച്ചു. നീ പറയുന്നു പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കിളി പോയി. അതേ സെയിം സാധനം നമ്മുടെയൊക്കെ ലൈഫിൽ വരുമ്പോഴായിരിക്കും മൊത്തം കൂടെ അങ്ങ് ക്ലിയർ ആവും. ആണുങ്ങളെ അങ്ങനെ കുറ്റം പറയുകയൊന്നും ചെയ്യരുത്, ഞാൻ ഉള്ളവരും പറയാമല്ലേ. കാരണം സാഹചര്യവും എന്താ പറയുക, നമ്മൾ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കാണിക്കുന്ന തോന്നിയ ദിവസം അതിൻ്റെ അപ്പുറമാണ്. അതൊന്നും ഇവിടെ വന്ന് കമൻറ്റ് ഇട്ട് മെഴുകുന്ന ഡാനി ഈ പറയുന്ന MDMA ഫോക്കസ് ചെയ്യുന്നില്ല, മറ്റേതേ ഫോക്കസ് ചെയ്യുന്നില്ല. അതിനേക്കാളും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ അത് വിട്ട് കളയണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ 17 വയസ്സായി കൊച്ചിൻ്റെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇവള് പറഞ്ഞെങ്കിൽ ഇവളെന്തുകൊണ്ട് ആ കൊച്ചിനെ കൊണ്ടുവന്നില്ല? ആ പെണ്ണിൻ്റെ വോയിസും കാര്യങ്ങളും എങ്ങനെ ഒരു പീക്കർ കൊച്ചിൻ്റെ വോയിസും കൊണ്ടുവന്നത് എന്തുകൊണ്ട് ഇവർ കൊണ്ടുവന്നില്ല? റസൂൽ പൂക്കുട്ടി ഇതിനെ കൊണ്ടുവന്നില്ല. ഞാൻ പേര് സഹിതം എടുത്ത് പറയാം, റസൂൽ പൂക്കുട്ടി ഞാൻ ഇത്ര പൂക്കുട്ടി എന്ന് പറഞ്ഞേ. അദ്ദേഹത്തിന് പോലും അറിയാമെങ്കിൽ എന്തുകൊണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം പോലും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? പിന്നെ ഇവർക്ക് ദുബായിലെങ്ങാണ്ട് പെട്ടുകിടക്കുമെന്ന് ഒരു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായിലാണ് വലിയ മാഫിയ. എന്തുകൊണ്ട് ആ മാഫിയ പുറത്ത് കൊണ്ടുവന്നില്ല? ചോദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണം. ഇവരൊക്കെ ഇവരുടെ വിജയത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു 17 വയസ്സുകാരിയാണ്. ഇവർക്ക് ഇത്രയും വലിയ ആൾക്കാരൊന്നും ഹോൾഡൊന്നും ഡാനിക്കൊന്നുമില്ല. ഇവർ കുറച്ച് പൊളിറ്റിക്സും അത്യാവശ്യം ഈ കേരളത്തിൽ ഓക്കെ നമുക്ക് പറ്റും. അല്ലാതെ ഈ ലോകം അറിയപ്പെടുന്ന ഈ പൂക്കുട്ടിയെ പോലുള്ള വ്യക്തികൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് പറ്റിയില്ല? കുറേ എണ്ണം വന്ന് മെഴുകുന്നു. മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ പോയാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ മരുമക്കൾ ഇത് തന്നെയാണ്. ഫിറോസിക്കാട് ഉമ്മ എൻ്റെ ഉമ്മ ആയിരുന്നു, ഫിറോസിക്കാട് വാപ്പ എൻ്റെ വാപ്പ ആയിരുന്നു, ഫിറോസിക്കാട് സിസ്റ്റർ എൻ്റെ ഓൺ സിസ്റ്റർ ആയിരുന്നു, ബ്രദർ ആയിരുന്നു, കുഞ്ഞുമ്മമാരെ എൻ്റെ കുഞ്ഞുമ്മമാരെ പോലെ തന്നെയായിരുന്നു. അന്നും ഡോക്ടറും പ്ലംബറും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? ഈ അടുത്ത് വെച്ച് പൂക്കുട്ടി എൻ്റെ അച്ഛനാണ്, മാമനാണ്, തക്കാളിക്കുട്ടനാണ്, പഞ്ചാരക്കുട്ടനാണ്, എന്തൊക്കെയായിരുന്നു. അവസാനം തേമുട്ടായ വരെ വിഴുകേണ്ട അവസ്ഥയായി. അങ്ങനെ തന്നെ ആയിരുന്നു. സോറി,
ഞാൻ മാറ്റുക ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഞാനൊരു മരുമോള് അല്ലെങ്കിൽ ഒരു നാത്തൂൻ അല്ലെങ്കിൽ ഒരു മകൾ എന്നുള്ളൊരു സാധനം അവർക്ക് മാറിയിട്ടില്ല. എൻ്റെ വീട്ടിലായാലും അതേ സെയിം സാധനം. ഞങ്ങൾ രണ്ടുപേരും മാത്രം എടുത്തൊരു ഡിസിഷൻ എന്നേ ഉള്ളൂ. അതെ അതെ, ഇപ്പൊ എല്ലാം മാറിക്കണം കേട്ടോ. ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ സാധിക്കുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോ ക്ലിപ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചിട്ട് പോയപ്പോൾ കുറച്ച് ക്ലിപ്പ് കണ്ടതാണ്. ഡിവോഴ്സ് ആയതിനു ശേഷവും ആ ഇക്കനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ കഥ കഥ കുത കഥ. 4 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്ന 2 വർഷമാണെങ്കിൽ പോലും ആലോചിക്കണം. 2 വർഷമാണെങ്കിൽ പോലും ആ മനുഷ്യനായിട്ട് ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയാണ്. ഫിറോസ് വിളിക്കുന്ന സമയത്തോ നാശം വിളിക്കുന്നതെന്ന് ഇക്ക ഫോൺ എടുക്കും. ആ ഒരു സംഭവം ജീവിതത്തെ അനുഭവിച്ചിട്ടുള്ള ആണുങ്ങൾക്കറിയാം അതിൻ്റെ പെയിൻ എന്താണെന്ന്. അതൊന്നും പറഞ്ഞാലൊന്നും ഇവിടുത്തെ അമ്മച്ചിമാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ വന്നിട്ട് ഓരോരുത്തരനൊക്കെ ഇങ്ങനെ ചെമഞ്ഞിങ്ങനെ ഇടുന്ന ടീംസിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്ത് അതിൻ്റെ അപ്പുറത്തെ കഥകൾ കേൾക്കാം. അതായിരിക്കും ഇവിടെ പോലുള്ളവർക്കൊക്കെ വെളുപ്പിക്കാൻ വരുന്നത്. നിലവിലെ ഫിറോസ് കൂടുള്ളപ്പം ഇതൊന്നും അറിയാതെ പോയില്ലേ? എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഇന്റർവ്യൂ വന്നിട്ട് ചേച്ചി ഇരുന്ന് പറയാൻ ചേച്ചിക്ക് ഭയങ്കര ഇതായിരിക്കും. ആ ഒരു മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹമൊക്കെ ഒന്നെങ്കിൽ ഇവിടെ അഭിനയമായിരിക്കാം. പിന്നെന്താ, കോടികൾ കയ്യിലിരിക്കുമ്പം കുറച്ച് സെന്റിമെന്റ്സിന് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അയാൾ ഒരിക്കലും ഇവരുടെ പേര് ഒന്നും ഇട്ടില്ല. ഇവർ തന്നെ ഓരോന്നൊക്കെ കൊണ്ടിടുകയൊക്കെ ചെയ്തത് അത് ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം. എന്തിനും ഒരു കാര്യം ഞാൻ പറയാം, സൈലൻസ് ആയിരിക്കും ചില കാര്യത്തിന് ഏറ്റവും വലിയ എന്താ പറയണ്ടേ മെഡിസിൻ എന്ന് പറയുന്നത്. സൈലൻസ് തന്നെ ആയിരിക്കും. അനുഭവം ഉണ്ടേ. നമ്മൾ ചാടിക്കറി റിയാക്ട് ചെയ്യുവാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് കണ്ട് അവൻ ആ ടൈപ്പ് അവൻ ഈ ടൈപ്പ്, പക്ഷേ അവൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അവൻ്റെ ന്യായങ്ങളൊന്നും ആരെക്കാളും നോക്കത്തില്ല. ചാടിക്കറി ഓരോന്ന് റിയാക്ട് ചെയ്യുമ്പം ആൾക്കാർ അവനെ കുറ്റപ്പെടുത്തും. ആ ചേച്ചി മെഴുക്. ഭയങ്കര ഓപ്പണാണ്. പക്ഷെ ആ ഓപ്പൺ നിനക്ക് എന്താ അറിയാം ആ ഓപ്പണിനെ കുറിച്ച്? 2 വർഷം കഴിഞ്ഞിട്ട് നീ ഒരു ഇന്റർവ്യൂ എടുത്തൊന്നും കൂടെ നോക്കണം. ഇപ്പം 2 വർഷമായിട്ടോ ഇറങ്ങിയിട്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ചേട്ടനൊന്നും കൂടെ നോക്കുമ്പോൾ ഓപ്പൺ ആണോ ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലാവും. എന്റെ സ്വഭാവത്തിനെ കുറിച്ച് എനിക്ക് പേടിയുള്ളൊരു ക്യാരക്ടർ കാണാം. കാരണം മെഴുകാതടാ. ഇതിലുണ്ടാവുന്ന പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. കുറേ ആൾക്കാർ ഇതുപോലുള്ള അറിയാലോ ഡിവോഴ്സ് ആയിട്ട് ഇരിക്കുന്ന പെണ്ണുങ്ങളെ ശല്യം ചെയ്ത് ഒരുപാട് ആൾക്കാർ വരും. ഇനി നാളെ വന്നിട്ട് അവിടെ രക്ഷകനായിട്ടാണ് പൂക്കുട്ടി വന്നതെന്നും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തത് ചേച്ചി പറയാൻ പോകുന്നത്. ഓക്കെ, മലയാളികൾ ഒരു 3 കോടി ഉണ്ടെങ്കിൽ ആ ഒരു എന്താ പറയണ്ടേ 1% ചോദിച്ചു ബാക്കി എല്ലാം ചേച്ചിക്കെതിരാ. 1% എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, കുറേ ടീംസുകളുണ്ട്. നമ്മുടെ താത്തയെ പോലുള്ള കുറേ ടീംസുകളും കാർക്കൊക്കെ വേണ്ടിയെന്നാണ് ഞാനൊക്കെ വിട്ടുകൊടുക്കുന്നത്. കാരണം ഇതുപോലെ എണ്ണത്തിനൊക്കെ അവിടെ അമ്മയത്തിൻ്റെ 2 പക്ഷമുള്ള ടീമാണ്, നാടാണ് നമ്മുടെ. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോറി, ഫിറോസ് ഉള്ള സമയത്തൊന്നും എനിക്ക് സത്യമായിട്ട് ഒരു നമ്മൾ ഈ ഫീൽഡിൽ ഒരിക്കലും എൻ്റെ അടുത്ത് ഒരു മിസ്ബിഹേവ് പോലും ഒരു സംസാരത്തിൽ പോലും ആരും ഒരു നെഗറ്റീവ് സംസാരിച്ചിട്ടില്ല. കാരണം എന്താണ്, പുള്ളി ഇച്ചിരി ദേഷ്യക്കാരനാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഭയങ്കര ദേഷ്യം, ആരെ കൊണ്ട് മിണ്ടാനോ ഒന്നും സമ്മതിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നത് തന്നെ. ഞാനൊരു കാര്യം പറയാം, നല്ല മത്തിത്തല ഇട്ടിട്ട് മീനിടാവോ, ചൂണ്ടയിടാവോ? അപ്പം നല്ല 1-ാം തരം മീൻ കിട്ടും. ആണോ അല്ലയോ? അത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളൊക്കെ ഊഹിച്ചങ്ങ് എടുത്തു. ഓ അയ്യോ പോലെ ക്ലിപ്പ് പോയി ഫിറോസ് ഖാൻ്റെ മത്തിത്തല അവിടെ പോയി. നെഗറ്റീവ് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ ഡിവോഴ്സ് ആണെന്ന് പറഞ്ഞ ടൈമിൽ അറിഞ്ഞിട്ട് നമ്മളുടെ കൂടെ ബ്രദറിന് തുല്യമായിട്ട് നിൽക്കുന്ന ഫാമിലീസ് ഉണ്ടല്ലോ. എനിക്കൊരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് ഇങ്ങനെ സംഭവം. ദുബായിലെത്തിയിട്ട് ദുബായ് ഷോയ്ക്ക് ഞാൻ എത്തിയതാണ്. അപ്പം ഇക്കായും പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ആരാന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ ഷോയുടെ ഇതുകൊണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു. എൻ്റെ അസിസ്റ്റന്റിനെ വിട്ടു, അവരെ വിളിച്ച് കൊണ്ടുവന്നു. അവരെയല്ല, ഇക്കായും ഇക്കാനെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് വന്നത്. അതായത് നമ്മളെ കൂടെ ഒരു ഫാമിലി ആയിട്ട് എൻ്റെ ബ്രദറിന് തുല്യം പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും എൻ്റെ അടുത്ത് നിന്ന്. അവിടെ നിന്ന് ഓരോരുത്തർ ഫോട്ടോ എടുത്തപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ബാക്കിൽ ഫോട്ടോ എടുത്ത് ഞാൻ സാരി കൊടുത്തിരുന്നത്. അപ്പോൾ വൈകിട്ടാണ്. അപ്പൊ ഈ കൈ ഇട്ടപ്പം ആദ്യം ഓർത്തു, ഞാൻ ഓർത്തു ഓക്കെ കൈയിട്ട് ആ ഫോട്ടോ എടുക്കാം, അങ്ങനെ ഉദ്ദേശിച്ചത്. എല്ലാം ഫിറോസ് ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥയെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമായിരുന്നു ചേച്ചി. പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഈ ദുബായി ചെല്ലുമ്പോൾ ഒരുപാട് കേസ് കേട്ടുണ്ടല്ലോ. അത് കാണത്തില്ലല്ലോ.
പൂക്കുട്ടിയെ പോലൊരു വൺമരത്തിന് ഉണ്ടല്ലോ. ഇനി ഏത് പ്രപ്പോസൽ വന്നാലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് 2 വർഷം മുമ്പുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ, ഓരോ മനുഷ്യരെ നമ്മൾ ആരെയും വിശ്വസിക്കരുത് എന്ന് പഠിച്ചു പോകുന്ന ഒരു അർത്ഥമാണ് അല്ലേ. ഒരു മനുഷ്യൻ അന്ന് അദ്ദേഹം ആ വോയിസ് ഒന്നും വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പല ആൾക്കാരും ഈ പറയുന്ന ഫിറോസിനെ തന്തയ്ക്ക് പറഞ്ഞാണ്. പല ആൾക്കാരും അയ്യോ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് ഉള്ള സമയത്ത് വരും. അത് ഞാൻ ഇക്കാര്യത്ത് പറയും. അറിയാത്തവർക്ക്, നമുക്ക് അറിയാത്ത ആൾക്കാർ, എന്നെ അറിയാത്ത ഫിറോസിനെ അറിയാത്ത ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്ലി രീതിയിൽ അതൊക്കെ ഞങ്ങൾ എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്. ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ ഇപ്പം ഇത് അറിയുന്ന ആൾക്കാരും വരുന്നുണ്ട്. വരുന്നില്ല എന്ന് പറയുന്നില്ല, വരുന്നുണ്ട്. ശരിക്കും ആ വരുന്നവരെല്ലാം എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഉദ്ദേശം, എനിക്ക് നല്ല രീതിയിൽ എനിക്കറിയാം. ഒരിക്കലും നല്ലൊരു ജെനുവൻ ആയിട്ടുള്ളൊരു മനസ്സുകൊണ്ടല്ല അവരൊന്നും വരുന്നത്. എനിക്ക് 2 പിള്ളേർ, അല്ലല്ല ഒരിക്കലും അല്ല, 2 പിള്ളേരുണ്ട് എനിക്ക്. ഞാൻ ഫെയിമോ? ബിഗ് ബോസിൽ വന്നൊരു ഫെയിം ഉണ്ടല്ലോ, അത് ആർക്കാളും മൈൻഡ് പോലും ചെയ്യാറില്ല. ഇവരെ ബോസ്ഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ഒരു ലൈഫിലോട്ട് ഒരാൾ വരണമെങ്കിൽ അത് തീർച്ചയായിട്ടും അവര് മിസ്ബിഹേവിയറിന് വേണ്ടി മാത്രമാണ് വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഓ മൈ ഗോഡ്. എന്തായാലും ഈ നാടകം ഇവിടെ അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊരു കോണ്ടന്റ് ചെയ്തതേ ഉള്ളൂ. മെയിനായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ അയച്ച ഒരു മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഈ പറയുന്ന ദിയാസനയ്ക്ക് ചട്ടിയും കലമാകുമ്പോൾ തട്ടി മൂട്ടി എന്നൊക്കെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. കാരണം കൈവിട്ട് പോയില്ലേ, കൈവിട്ട് പോയി കഴിഞ്ഞു. പൂക്കുട്ടി പറഞ്ഞു കാണും, അവളെ കൂടെ പിണക്കി കഴിഞ്ഞാൽ മോളെ നമ്മുടെ അട്ടപ്പട്ടലം 3 ചെയ്യാവുന്നു. ഒന്ന് വെളുപ്പിക്കാൻ വന്ന് മൊത്തത്തിൽ നാറിയ ഒരു വ്യക്തി. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബും ഒക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ. അപ്പം എന്താ സ്റ്റൈലിനൊന്നും വെച്ചൊന്നുമല്ല കേട്ടോ, കണ്ണാടി വെച്ചിട്ട് സംസാരിക്കാനുള്ളൂ എന്നോട് പറഞ്ഞാണ് ഡോക്ടർ. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടെന്ന് ഇതായിപ്പോയി. ബൈ ബൈ.